എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊല്ലത്തിൻ്റെ സ്വന്തം ചാർലിയുമായി എൻ്റെ എല്ലാ പ്രേക്ഷകരെയും കാത്തിരിക്കുന്നു. ഇന്ന് നമ്മൾ കൊച്ചിയിലുണ്ട്, ഫോർട്ട് കൊച്ചി. കൊല്ലത്തെ ചാർലി ഇന്ന് കൊച്ചിയിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഫ്ലാഷിംഗ് ലൈറ്റ്സ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഫ്ലാഷിംഗ് ലൈറ്റ്സ്. ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ ഓട്ടോകളിലും ബൈക്കുകളിലും കാറുകളിലും ഒക്കെ അണ്ടർ ലൈറ്റ്സും അണ്ടർ ബോഡി ലൈറ്റ്സ്, പിന്നെ മറ്റ് ബ്ലിങ്കിങ് ലൈറ്റ്സ്, ഫ്ലാഷിംഗ് ലൈറ്റ്സ്, അങ്ങനെ കുറേ ലൈറ്റ്സ് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡിൽ എമർജൻസി വെഹിക്കിൾസ് പോകുമ്പോൾ ശരിക്കും ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ശരിക്കും ഒരു ഒരു പോലീസ് വാനോ പോകുമ്പോൾ അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇതുപോലൊരു വണ്ടിയാണെന്ന് കരുതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആംബുലൻസിനും പോലീസിനും പ്രത്യേകം അതിൻ്റെതായ സൈറൻസ് കൊടുക്കണം. ഈ നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു വെയിലിംഗ് സൗണ്ടല്ലോ, പിന്നെ ഒരു ഹൈ അലാറം സൗണ്ട്, ഇതുപോലെ ഈ സൗണ്ടും പോലീസിലോ അതുപോലെ ആംബുലൻസിലോ കൊടുക്കാൻ പാടില്ല. അതിന് രണ്ടിനും ഡെസിഗ്നേറ്റഡ് ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ടോൺസ് കൊടുക്കണം. അതുമാത്രമല്ല, ആംബുലൻസിലും പോലീസിലും ഉള്ള അവരുടെ ലൈറ്റ്സ് നീല, വെള്ള, ചുവപ്പ്, ഈ വെളിച്ചങ്ങൾ, ഇത് മാത്രമല്ല മറ്റ് ഹാലജൻ ലൈറ്റ്സും മറ്റ് കളേഴ്സും ഒരു വണ്ടികളിലും ഇടാൻ പെർമിഷൻ കൊടുക്കരുത്. പ്രത്യേകിച്ച് അണ്ടർ ബോഡി ലൈറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് അതിനെ എക്സെപ്റ്റ് ചെയ്യാം. കാരേജിൻ്റെ അടിയിൽ, കാറിൻ്റെയോ അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ കാരേജിൻ്റെ അടിയിലുള്ള ലൈറ്റ് ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് അതല്ലാതെ മറ്റ് ഫ്രണ്ട് ഹെഡ്ലൈറ്റിനോട് ചേർന്നോ അല്ലെങ്കിൽ അതേ ഡയറക്ഷനിലോ ഒരു അങ്ങനെ ഒരു ലൈറ്റ്സ് കൊടുക്കുന്നത് നമ്മൾ ഫുള്ളായിട്ട് ബാൻ ചെയ്യണം. അത് നമ്മുടെ പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് പറയുക. നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ എല്ലാ ആംബുലൻസുകളും, പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ്റിൻ്റെ ആവട്ടെ, എല്ലാത്തിനും ഒരു മിനിമം സ്റ്റാൻഡേർഡ് അസൈൻ ചെയ്യുക. എല്ലാ ട്രോളീസിലും അല്ലെങ്കിൽ എല്ലാ ആംബുലൻസിലും പേഷ്യൻറ്റിനെ കിടക്കാനുള്ള സ്ട്രെച്ചേഴ്സ് വണ്ടിക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ മോഡുലർ ആയിരിക്കണം. അതിന് വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് എടുക്കുമ്പോൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കാല് വരുന്ന രീതിയിൽ. അപ്പം പേഷ്യൻറ്റിനെ ഡയറക്റ്റ് ആംബുലൻസിൻ്റെ തന്നെ കാരേജിലാണ് നമ്മൾ ICUയിലോട്ടോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ വേണം. പിന്നെ ഇത് കൂടാതെ ഓക്സിജൻ, പിന്നെ ബ്ലഡ് പ്രഷർ, പിന്നെ ബ്ലഡ് ഷുഗർ, ECGക്കൊക്കെ ചെറിയ മെഷീൻസ് കിട്ടും. ECG, പിന്നെ പേഷ്യൻസിന് കുടിക്കാൻ വെള്ളം, ചെറിയ ബോട്ടിലുകളിലെ വെള്ളം, പിന്നെ അത്യാവശ്യം ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ ഒക്കെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ്, എമർജൻസി ആയിട്ട് കൊടുക്കാൻ വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡും, ഓക്കെ, ഇത്രയും കാര്യങ്ങളും ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ ഇവരുടെ ഒരു നോർമൽ ആംബുലൻസിനകത്ത് നമ്മൾ ചെയ്യാനുള്ള രീതിയിലുള്ള സൈസിലും, പിന്നെ അതുപോലെ ഇത്രയും എക്വിപ്മെൻറ്റ്സ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസുമുള്ള വണ്ടികളായിട്ട് എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് വണ്ടി ഇറക്കാനായിട്ട്. ഇപ്പോൾ ഈ ഓടുന്ന ഓമിനി, മാരുതി സുസുക്കിയുടെ ഓമിനിക്കകത്ത്
പേഷ്യൻസിനെ കൊണ്ടുവന്ന സമ്പ്രദായം ഇതൊക്കെ മാറണം. എന്തായാലും നമ്മളെ കൊണ്ട് ഈ കേരളത്തിൽ കുറച്ച് മെച്ചപ്പെടുത്തൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. എല്ലാവരും എൻ്റെ ഈ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി കേട്ട് നല്ലപോലെ ആലോചിച്ച് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കേരളത്തിൽ ഇത് കാണേണ്ടവർ കാണട്ടെ, കണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. അപ്പോൾ ഓക്കെ, until next time. So as I was saying, ambulances and police vehicles should be the only vehicles that have the colors red, blue and white, and that too as flashing. So any other vehicles that want to install like aftermarket lights underbody or wherever else it can be, they should not be flashing. And I mean, when I say flashing, they should not blink. They should have a constant output, and they can use any other colors except red, blue and white, maybe green or violet or whatever colors they want. അപ്പോൾ ഈ ഒരു റൂള് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലുള്ള സകല എമർജൻസി വെഹിക്കിൾസിന് മാത്രമായിരിക്കും നീലയും ചുമപ്പും വെള്ളയും. അത് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ബാക്കി എല്ലാ വെഹിക്കിൾസിനും ബ്ലിങ്കിങ് ലൈറ്റ്സ് പാടില്ല. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ആരുടെയും മോഡിഫിക്കേഷൻസിന് നമുക്ക് എതിര് നിൽക്കാൻ പാടില്ലല്ലോ. നമ്മളുടെ നാട്ടിൽ എങ്ങനെ നമ്മൾ ലിബറലായിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും അതേസമയം പബ്ലിക്കിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ഉദ്ദേശം. സോ എൻ്റെ സജഷൻ ഇതാണ്: യൂസ് ബ്ലിങ്കിങ് ലൈറ്റ്സ് ഫോർ എമർജൻസി വെഹിക്കിൾസ്, അതായത് പോലീസ്, ആംബുലൻസിന് ബ്ലിങ്കിങ് ലൈറ്റ്സ് കൊടുക്കുക. മറ്റ് വണ്ടികളിൽ ചെയ്യുമ്പോൾ ബ്ലിങ്ക് ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് ലൈറ്റ് ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ കൊടുക്കുക. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കളേഴ്സ് റെഡ്, ബ്ലൂ ആൻഡ് വൈറ്റ്, ഈ 3 കളേഴ്സ് സ്പെഷ്യലി ഇതിന് കൊടുക്കുക, എമർജൻസി വെഹിക്കിൾസിന് കൊടുക്കുക, പോലീസിനും എമർജൻസി വെഹിക്കിൾസിനും കൊടുക്കുക. ഈ ലൈറ്റ്സ് ബാക്കി ഒരു വണ്ടിക്കും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കാറുകളുടെ ഫ്രണ്ട് ഗ്രില്ലിൽ ഈ പോലീസിൻ്റെ അണ്ടർ കവർ കാറിലൊക്കെ പോലെ തന്നെ റെഡും ബ്ലൂവും കൂടെ ഇങ്ങനെ ബ്ലിങ്കിങ് ഇട്ടേക്കുന്നത്. ഇതും നമ്മൾ ഇല്ലാതാക്കണം. അത് പോലീസിന് വേണ്ടി മാത്രം ആയിരിക്കണം. പോലീസിനും കാണുമല്ലോ അണ്ടർ കവർ, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ പറഞ്ഞാൽ മഫ്തി അല്ലെങ്കിൽ അണ്ടർ കവർ, ഇതിന് മാത്രമായിരിക്കണം അങ്ങനെയുള്ള ഗ്രില്ലിൽ ലൈറ്റ്സ് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് എനിക്ക് ഷെയർ ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി നമ്മൾ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ഒരു പാർട്ട് വിടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നല്ല ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഷെയർ ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുപോലുള്ള ഫ്യൂച്ചർ കണ്ടൻറ്റിന്. ടേക്ക് കെയർ, സീ യു. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് ഈ സ്റ്റാൻഡേർഡായിട്ട് പോലീസിൻ്റെയും ഫയർ ട്രക്കിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ആംബുലൻസിൻ്റെയും സൈറൻ ഇടേണ്ടതിൻ്റെ ഒരു മാതൃക ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം പോലീസ്, പിന്നെ ആംബുലൻസ്, പിന്നെ ഫയർ ട്രക്ക്, ഈ ഓർഡറിലായിരിക്കും സൗണ്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിസൺ. ഇത് കൊള്ളാമെങ്കിൽ വിത്തിൻ ഒരു ഫ്യൂ ഇയേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് നാച്ചുറൽ ഒരു സ്റ്റാൻഡേർഡ് ആവട്ടെ.